ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ വിത്ത് ദ ടൈം അവസാന പാഠഭാഗമായ 76, 77, 78 പേജുകളാണ് പരിശോധിക്കുന്നത്. പേജ് നമ്പർ 76ലെ ചോദ്യോത്തരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ നോക്കാം, ലെഫ്റ്റ് സൈഡിലായിട്ട് 24 അവേഴ്സ് ക്ലോക്ക് തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് 12 അവേഴ്സ് ക്ലോക്ക് തന്നിട്ടുണ്ട്. 24 അവേഴ്സ് ക്ലോക്കിലും 12 അവേഴ്സ് ക്ലോക്കിലും നമ്മൾ എന്ത് ചെയ്യണം? ടൈം കൺവേർട്ട് ചെയ്തിട്ട് എഴുതണം. ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് 23:30 23:30. അങ്ങനെയാണെങ്കിൽ 12 അവേഴ്സിൽ അത് എങ്ങനെ പറയുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 11:30. അത് നമുക്കറിയില്ലേ. ഞാനിവിടെ 2 ക്ലോക്ക് വരച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ആദ്യത്തെ ക്ലോക്ക് എന്താണ്? സാധാരണ നമ്മൾക്ക് കയ്യിലുള്ള ക്ലോക്കാണ്. 12ൽ തുടങ്ങി 12ൽ അവസാനിക്കുന്നതാണ്. മറ്റേ ഞാനെന്ത് ചെയ്തു? 24ൽ തുടങ്ങി 24ലേക്ക് അവസാനിക്കുകയാണ്. ഓക്കെ, 2 മണിയായി എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് ഇവിടെ നോക്കിയാൽ കിട്ടും. 2 മണി എന്ന് പറഞ്ഞാൽ എന്താണ്? 14. അതാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം നമ്മൾ 1400 എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഇങ്ങനെ വരച്ചു ചേർത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, 23:30 എന്നാണ് പറയുന്നത് അല്ലെ. 23:30 നമുക്കിവിടെ നോക്കാം. ഇവിടെയാണ് 23 വരുന്നത്. 23:30 ഇവിടെ ക്ലോക്ക് എങ്ങനെയാണ് വരിക? 23ന്റെ ഇവിടെ എന്തേലും ഹവേഴ്സ് സൂചി വരും. 30 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ വരും അല്ലെ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോഴെങ്ങനെയാണ് 23:30 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 12 അവേഴ്സ് ക്ലോക്കിൽ പറയുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? 11 വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 11:30 എന്ന് എഴുതാം. ശരിക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? നമുക്ക് നോക്കാം. ഉച്ചവരെയുള്ള ടൈം എത്രയാണ്? 12 മണിയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ്. അതായത് 23:30 നമുക്ക് തന്നത്. എന്ത് ചെയ്യാം? 23:30 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 12 മൈനസ് ചെയ്യണം. 12 മൈനസ് ചെയ്ത് എത്രയാണ്? 30 ഇവിടെ തന്നെ കിട്ടും. 3ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 1 വരുന്നത്. 2ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 1 കിട്ടുന്നത്. അപ്പോൾ എത്രയാണ്? 11:30. അങ്ങനെയാണ് നമുക്കിവിടെ 11:30 കിട്ടുന്നത്. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജസ്റ്റ് 2 ക്ലോക്കുകൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യുക? ഇങ്ങനെ കുറച്ച് നോക്കുക. അല്ലെങ്കിൽ 12ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 23 കിട്ടുന്നത് എന്ന് നോക്കിയാലും മതി. ഇവിടെ നോക്കാം, 8 o'clock ആണ് പറഞ്ഞിരിക്കുന്നത്. 8 o'clockന് രാവിലെ ആയാലും നമ്മൾ എന്താണ് AM PM വെച്ച് പറയുമ്പോൾ 8 o'clock AM എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ എഴുതാം 08:00 AM. അതായത് രാവിലത്തെ ടൈമാണ് 8 സൂചിപ്പിക്കുന്നത്. ഇവിടെ 24 hours ടൈം ആണല്ലോ. അതുകൊണ്ട് 12ന് ശേഷം വരുന്നതാണ് എന്ത് വരുന്നത്? ഉച്ചയ്ക്ക് ശേഷം വരുന്നത്. അപ്പൊ ഇത് രാവിലെയാണെന്ന് കൺഫേം ആയി. അടുത്ത എന്താണ്? 1:30 PM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1:30 PM എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ് അല്ലെ. നമുക്കിവിടെ നോക്കാം, 1:30 എന്ന് പറഞ്ഞാൽ തിരിച്ചിവിടെ എത്തുമ്പോൾ 12 മണിയായി. ഉച്ചക്ക് 12 മണിയായി ഇതിലെ. ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ്. അതായത് 1:30. ഉച്ചയ്ക്ക് ശേഷമുള്ള 1 എത്രയാണ് വരുന്നത്? 13 വരുന്നത് അല്ലെ. 13 എന്ത് വരുന്നത്? 1 വരുന്നത്. 1:30 എന്ന് പറയുമ്പോൾ എന്ത് പറയും? 13:30 നമുക്ക് എന്ന് എഴുതാം. 13:30 എന്ന് എഴുതാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം അല്ലേ. 12 മണി വരെയാണ് എന്ത് വരുന്നത്? ഉച്ച വരുന്നത്. 12ന് ശേഷമുള്ളത് എന്താണ്? PM ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ? 1:30 PM എന്ത് ചെയ്യുക? കൂട്ടുക. ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 13:30 എന്ന് കിട്ടി അല്ലെ. അപ്പോൾ ഉച്ചക്കുള്ള ടൈം, അതായത് PM തന്നത് കൊണ്ട് 24 hours കാണാൻ വളരെ എളുപ്പമാണ്. 1:30 വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ 12ന്റെ കൂടെ കൂട്ടി. 12ന്റെ കൂടെ 1:30 കൂട്ടിയപ്പോൾ 13:30 കിട്ടി. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? 13:30 എന്ന് എഴുതാം. അത് എഴുതിയിട്ടുണ്ട്. അടുത്തത് എന്താണ്? 16:25 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ 16:25 നിന്ന് എന്ത് ചെയ്യണം? 12 മൈനസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 25 അതേപോലെ തന്നെ നമുക്ക് ഇറക്കി ചെയ്യാം. 12 എന്ന് പറഞ്ഞാൽ 00 ആണ് അല്ലെ. 16ൽ നിന്ന് 12 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 4 കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യാം? ഒരു 0 നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ടൈം എത്ര കിട്ടി? 04:25 എന്ന് കിട്ടിയില്ലേ. അപ്പൊ നമുക്കിവിടെ എഴുതാം 04:25 എന്ന് എഴുതാം. അത് തന്നെയല്ലേ ഇവിടെ ജസ്റ്റ് വരച്ചത്. വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 16:30. 16 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത് അല്ലെ. ഇവിടെയാണ് വരുന്നത്. 16 നേരെ ടൈം ഏതാണ് വരുന്നത്? 4 വരുന്നത്. അപ്പൊ നമുക്ക് 4 മനസ്സിലായല്ലോ. 4:25 എന്ന് എഴുതാം. അടുത്തത് എന്താണ്? 10 AM എന്നാണ് തന്നിരിക്കുന്നത്. 10 AM എന്ന് വെച്ചാൽ എന്താണ്? 10 AM തന്നെയാണ് അല്ലെ. 10:00. അടുത്തായിട്ട് 2 കോളങ്ങൾ കൂടെയുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ, ഇഷ്ടമുള്ള ഒരു സമയം വെച്ചിട്ട് ഫില്ല് ചെയ്യാം. 18:30 എന്ന് കൊടുക്കാം. എന്താ? 18:30 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എന്ത് ചെയ്യാം? 18:30 വരുമ്പോൾ എന്ത് ചെയ്യും? 18:30 ഇവിടെ എഴുതാം. അതിനുശേഷം അതിനെ 12ൽ നിന്ന് എന്ത് ചെയ്യുക? കുറച്ച് നോക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 30 നമുക്ക് താഴത്തേക്ക് ഇറക്കി ചെയ്യാം. 12ൽ നിന്ന്
18 നിന്ന് 12 കുറക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6 കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6:30 എന്ന ടൈം കിട്ടി. 6:30 എന്ന് നമുക്കിവിടെ എഴുതാം. 6:30 എന്ത് എഴുതണം? ഉച്ചയ്ക്ക് ശേഷമായതുകൊണ്ട് PM എന്ന് നമ്മൾ എഴുതണം. അത് തന്നെയല്ലേ ഇവിടെ കിട്ടുന്നത്? 18:30. 18:30 എന്ന് എവിടെയാണ് വരുന്നത്? 18 ഇവിടെയാണ് വരുന്നത്. 18ന്റെ നേരെ താഴെയായിട്ട് എന്താണ് വരുന്നത്? 6 വരുന്നത്. അപ്പൊ നമുക്കറിയാം 6:30 അടുത്ത ഞാനിവിടെ എഴുതുകയാണ് 02:30 PM. അപ്പോഴെന്താണ്? ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ടൈമാണ്. ആ ടൈമിനെ 24 അവേഴ്സിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്, ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. 12ന്റെ കൂടെ എന്ത് ചെയ്യണം? 0 to 30 നമ്മൾ കൂട്ടണം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 0, ഇവിടെ 3, 12ന്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാണ്? 14. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 14:30 എന്ന് കിട്ടും. ആ ടൈം നമുക്ക് ഇവിടെ എഴുതാം 14:30. ഈ ക്ലോക്ക് ഒന്നുകൂടെ നോക്കണോ? ക്ലോക്കിൽ നോക്കാം. 14:30 എന്ന് പറയുമ്പോൾ ഇവിടെ 14 വരുന്നത് എവിടെയാണ് അല്ലേ? 14 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 വരുന്നത്. അപ്പൊ കറക്റ്റ് അല്ലേ? 14:30 എന്ന് പറയുമ്പോൾ 2:30 വരും. ഓക്കെ, ഈ പിക്ചർ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. 24 അവേഴ്സ് ക്ലോക്ക് ടൈം തന്നിട്ട് 12 അവേഴ്സ് ക്ലോക്ക് കാണാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ സമയത്തിൽ നിന്ന് 12 മൈനസ് ചെയ്യണം. ഇനി നമുക്ക് 12 അവേഴ്സ് ക്ലോക്ക് തന്നിട്ട് അത് 24 അവേഴ്സിലേക്ക് മാറ്റാനാണ് തന്നിരിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരുന്ന PM ടൈം ആണെങ്കിൽ എന്ത് ചെയ്യണം? 12ന്റെ കൂടെ അത് കൂട്ടിയിട്ട് എഴുതി കഴിഞ്ഞാൽ 24 അവേഴ്സ് ആയിട്ട് കിട്ടും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ രണ്ടാളുകൾ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നത് കാണാം അല്ലേ? ആദ്യത്തെ ആൾ എന്താണ് പറയുന്നത്? അയ്യോ, സംശയം ചോദിക്കുകയാണ്. നിങ്ങൾ ജനുവരി 2-ാം തീയതി പോയിട്ട് ജനുവരി 1-ാം തീയതി തിരിച്ചു വന്നോ? അങ്ങനെ ആർക്കെങ്കിലും വരാൻ പറ്റുമോ? ജനുവരി 2-ന് പോയിട്ട് ജനുവരി 1-ന് തിരിച്ചു വരാൻ പറ്റുമോ? അപ്പം മൂപ്പരെന്താണ് പറയുന്നത്? ഒരു ഇയർ ലേറ്റ് റണ്ണിങ് ആണെന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? അയാൾ യാത്ര ചെയ്യുന്നത് 2023 ജനുവരി 2-നാണ് അല്ലേ? ഇവിടെ നോക്കാം. 2023 ജനുവരി 2-ന് പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നത്? 2024 ജനുവരി 1-നാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ജനുവരി 2-ന് പോയിട്ട് ജനുവരി 1-ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത പേജ് നോക്കാം. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2023 ബിഗിൻ ആൻഡ് എൻഡ് ഓൺ ദ സെയിം ഡേ ഓഫ് ദ വീക്ക് ബട്ട് നോട്ട് 24. അതായത് 2023 തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു ഡേയിൽ തന്നെയാണ്. പക്ഷേ 2024 അങ്ങനെയല്ല. നമുക്ക് കലണ്ടർ ഒന്നുകൂടി നോക്കാം. ഇവിടെ 2023 ജനുവരി ആരംഭിക്കുന്ന എപ്പോഴാണ്? ഞായറാഴ്ചയാണ് അല്ലേ? 1-ാം തീയതി ഞായറാഴ്ചയാണ് 2023 ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് എപ്പോഴാണ്? ഡിസംബറിൽ അല്ലേ? 2023 ഡിസംബറിൽ ഞായറാഴ്ച അല്ലേ? എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത് 31-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്, എൻഡ് ആവുന്നത് ഞായറാഴ്ചയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2024 അങ്ങനെയല്ല എന്നാണ് നമ്മോട് പറയുന്നത്. തിങ്കളാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്? 2024 ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനിക്കുന്നത് എപ്പോഴാണ്? ചൊവ്വാഴ്ചയാണ് അല്ലേ? ചൊവ്വാഴ്ച 31st വരുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ 2023 പോലെയല്ല 2024. പിന്നീട് എന്താണ് പറയുന്നത്? 2024 ഹാസ് എ ഡേ മോർ. ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. അതായത് ഒരു വർഷത്തിൽ ഒരു ദിവസം കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതിനെന്താണ് പറയുന്നത്? ലീപ്പ് ഇയർ എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. എ ഇയർ യൂഷ്വലി ഹാസ് 365 ഡേയ്സ്. എത്രയാണ്? 365 ഡേയ്സ് ആണ് ഉണ്ടാകുന്നത്. അതായത് 52 വീക്കാണ് ഒരു ഇയർ എന്ന് പറയുന്നത്. എ ലീപ്പ് ഇയർ ഹാവ് 366 ഡേയ്സ് വിച്ച് ഹാസ് 52 വീക്സ് ആൻഡ് 2 ഡേയ്സ്. 52 വീക്കും 2 ദിവസവും ഉണ്ടാവും. 366 ഡേയ്സ് ആണ് വരുന്നത്. അപ്പൊ നോക്കാം. 2024 എന്താണ്? ഒരു ദിവസം കൂടുതലാണെന്നാണ് പറയുന്നത്. എന്താണ് അതിന് നമുക്ക് നോക്കിയാലേ അറിയാം. 2023 ജനുവരി 1-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനിക്കുന്നത് എപ്പോഴാണ്? 2023-ലാണ് അവസാനിക്കുന്നത് അല്ലേ? 2023 ഞായറാഴ്ച തന്നെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് 365 ദിവസമായിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം. 2024 നോക്കാം. 2024 തിങ്കളാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനിക്കുന്നത് എന്താണ്? ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എന്താണ്? അതിൽ ദിവസം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അതർ കലണ്ടേഴ്സ്
വാട്ട് ആർ ദ ഡിഫറെന്റ് സിസ്റ്റം ഷോസ് ഇൻ എ കലണ്ടർ ഷീറ്റ്സ്? വിവിധ തരം കലണ്ടറുകളുണ്ട്. അതിൽ ഒരു കലണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയും. അത്തരം കലണ്ടറുകളെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ നെയിംസ് ഓഫ് ദ മന്ത് ഇൻ ദ ഈച്ച് സിസ്റ്റം. ഓരോ സിസ്റ്റത്തിലെ എന്ത് കാണണം? നമുക്ക് മന്തിന്റെ പേര് മനസ്സിലാക്കണം. അത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ കലണ്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ്? ഗ്രിഗോറിയൻ കലണ്ടർ അഥവാ ഇംഗ്ലീഷ് കലണ്ടർ ആണ്. അതിന്റെ മന്ത്സ് ആണ് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. ഇതൊക്കെയാണ് ആ വർഷങ്ങളിൽ വരുന്ന മാസങ്ങൾ. അടുത്തായിട്ട് വരുന്നത് സഖ സംവത്, വിക്രം സംവത്. ഇത് രണ്ടും എന്തുവാണ് വരുന്നത്? ഒരേ മാസങ്ങൾ തന്നെയാണ് വരുന്നത്. ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം എന്നിങ്ങനെ സെയിം മന്ത് തന്നെയാണ് വരുന്നത്. പക്ഷെ ഒരു ഇയറിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങൾ എന്തായിരിക്കും? ഡേറ്റ് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഫസ്റ്റ് വീക്കിലാണെങ്കിൽ മറ്റൊന്ന് ലാസ്റ്റ് വീക്കിലായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ടൈമിനായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ മാസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ മാസങ്ങളും, സഖവർഷത്തിന്റെയും അതേപോലെ തന്നെ വിക്രം സംവത്തിന്റെയും. അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. നാലാമതായിട്ട് വരുന്നത് ഹിജ്രി കലണ്ടർ ആണ്. അതിന്റെ മാസങ്ങളാണ് റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. മുഹറം, സഫർ, റിബുൽ അൽവാർ, റിബുൽ അഖീർ എന്നിങ്ങനെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. ഇത് കൂടാതെ കൊല്ലവർഷം, അതായത് മലയാള മാസങ്ങൾ ഉണ്ടല്ലേ, നമുക്ക് പരിചയമുള്ളതാണ്. ചിങ്ങ, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം എന്നിങ്ങനെ പോകുന്ന മാസങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. 1, 2, 3. ഈ പേജിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒരു കോളത്തിൽ നിങ്ങൾ കാണാം ലീപ് ഇയർ അല്ലെ. ലീപ് ഇയർ എന്ന് പറയുന്നതാണ് ഒരു വർഷത്തിൽ വരുന്നത് 365 ദിവസമാണ് അല്ലെ. 366 ദിവസങ്ങൾ വരുന്ന വർഷത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? ലീപ് ഇയർ എന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു മെത്തഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വർഷത്തിനെ 2020 എന്ന വർഷമാണെങ്കിൽ അതിനെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 55 കൊണ്ട് ഗുണിച്ചാൽ 2020 ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ? റിമൈൻഡർ 0 ആണ് വരുന്നത്. അങ്ങനെ റിമൈൻഡർ 0 വരികയാണെങ്കിൽ ആ ഇയർ എന്തായിരിക്കും? ലീപ് ഇയർ ആയിരിക്കും. അതേപോലെ തന്നെ 2024 എന്താണ്? ലീപ് ഇയർ ആണ്. അതിനെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ വരുന്നത് 0 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അത് അടുത്ത പേജിൽ ചില ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? കലണ്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ആൻസറുകൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു കലണ്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ കലണ്ടർ ഓഫ് ദിസ് ഇയർ. ഹൗ മെനി ഡേയ്സ് ഡസ് ഫെബ്രുവരി ഹാവ്? ഞാനിവിടെ ഫെബ്രുവരി എന്തിനാണ് കലണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടെന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫെബ്രുവരി മാസത്തിലുള്ളത് 28 ദിവസമാണ്. എന്തിനാണ് ഫെബ്രുവരി മാസം നോക്കുന്നത്? നമുക്കറിയാം ലീപ് ഇയർ കണ്ടുപിടിക്കാനാണ്. ഒരു വർഷത്തിലെ ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആ ഇയർ ലീപ് ഇയർ ആയിരിക്കും. അങ്ങനെയാണ് ലീപ് ഇയർ ഉണ്ടാകുന്നത്. 28 ദിവസമാണെങ്കിൽ ഒരു ദിവസം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അത് ലീപ് ഇയർ ആയിട്ട് മാറില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ലീപ് ഇയർ? ലീപ് ഇയർ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു പറഞ്ഞത്? 2025 ലീപ് ഇയർ അല്ല, 2026 ലീപ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ 4 കൊണ്ട് ഹരിച്ചു നോക്കണം. 4 കൊണ്ട് ഹരിച്ചു നോക്കാം. ഇവിടെ വരുന്നത് 5 × 4 20 ആണ് അല്ലെ. 0 കിട്ടി. ബാക്കി 26 നമ്മൾ എഴുതുകയാണ്. 6 × 4 വരുന്നത് 24 ആണ്. ശിഷ്ടം 2 വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഇത് ലീപ് ഇയർ അല്ല. ഇപ്പൊ 2027 ലീപ് ഇയർ ആവാനുള്ള ചാൻസ് ഇല്ല. നിങ്ങൾക്ക് 4 കൊണ്ട് ഹരിച്ചു നോക്കാം. 2028 വരുന്നത് എന്തായിരിക്കും? ലീപ് ഇയർ ആയിരിക്കും. അതിനെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതില് ശിഷ്ടം 0 ആണ് വരുന്നത്, റിമൈൻഡർ 0 ആണ് വരുന്നത്. മന്ത് നോക്കിക്കഴിഞ്ഞാൽ 2028 ഫെബ്രുവരിയിൽ എന്തുണ്ടാവും? 29 ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് വിച്ച് ഈസ് ദ നെക്സ്റ്റ് ലീപ് ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2028 എന്ന ആൻസർ കൊടുക്കാം. ഇനി ലീപ് ഇയർ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. ഇപ്പൊ നമുക്ക് ലീപ് ഇയർ കിട്ടിയത് എത്രയാണ്? 2028 ആണ്. അടുത്ത ലീപ് ഇയർ വരുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2028ന്റെ കൂടെ എന്ത് ചെയ്യാം? 4 കൂട്ടി നോക്കുക. അപ്പോഴെത്രയാണ് വരുന്നത്? 2032 ആണ്. 2032 എന്തായിരിക്കും? ലീപ് ഇയർ ആയിരിക്കും. അതിന്റെ ഇടയിൽ വരുന്നതൊന്നും ലീപ് ഇയർ ആവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ വർഷത്തിനെയും 4 കൊണ്ട് ഹരിച്ച് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് മന്ത് ഓഫ് ദിസ് ഇയർ ഹാവ് 5 മൺഡേസ്? ഏതൊക്കെ മാസങ്ങളിലാണ് 5 മൺഡേസ് വരുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 2025 കലണ്ടർ നമ്മൾ എടുത്തു നോക്കുക. ഓരോ മാസവും നോക്കിയതിന് ശേഷം അതിൽ ഏതൊക്കെ മാസങ്ങളിലാണ് 5 മൺഡേസ് വരുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്നാൽ നമുക്ക് 2025 കലണ്ടർ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ജൂൺ വരെയുള്ളത് നോക്കാം. ഇവിടെ ജനുവരിയിൽ 4 മൺഡേ ആണ് വരുന്നത്. ഫെബ്രുവരി വരുന്നത് മൺഡേസ് വരുന്നത് 1, 2, 3, 4 മൺഡേസ് ആണ്.
മാർച്ച് ആവുമ്പോൾ എന്താണ്, മാർച്ച് നിങ്ങൾക്ക് നോക്കാം, ഇവിടെ വരുന്നത് 5 മൺഡേസ് വരുന്നുണ്ട് മാർച്ചിൽ അല്ലെ. അപ്പോൾ ഒരു മാസം നമുക്ക് കിട്ടി. അടുത്തത് നോക്കാം, ഏപ്രിലില് ഇല്ല, മൺഡേസ് 4 വരുന്നുള്ളൂ. മെയ്യില് 4 വരുന്നുള്ളൂ. ജൂണില് എത്രയാണ്, 5 വരുന്നുണ്ട്. അപ്പൊ എന്തായി, 2 മാസങ്ങൾ നമുക്ക് കിട്ടി, മാർച്ച് ആൻഡ് ജൂൺ. ഇനി ബാക്കിയുള്ള കലണ്ടർ നോക്കാം. ജൂലൈ ഇല്ല, ഓഗസ്റ്റ് ഇല്ല, സെപ്റ്റംബറിൽ വരുന്നുണ്ട്. സെപ്റ്റംബറിൽ എത്രയാണ്, 5 മൺഡേസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു മാസം കൂടെ കിട്ടി. അടുത്തത് ഒക്ടോബർ വരുന്നില്ല, നവംബർ വരുന്നില്ല, ഡിസംബറിൽ വരുന്നുണ്ട് അല്ലെ. ഡിസംബറിൽ 5 മൺഡേസ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 4 മാസങ്ങൾ കിട്ടി. അതൊക്കെയാണ് വരുന്നത്, മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഇൻ എ സർട്ടൺ ഇയർ there are 5 വെനസ്ഡേസ് ഇൻ ഒക്ടോബർ. എന്താണ്, ചില കൊല്ലങ്ങളിൽ ഒക്ടോബറിൽ എന്താണ് 5 വെനസ്ഡേസ് വരുന്നുണ്ട്. നമുക്കിവിടെ എഴുതാം 5 വെനസ്ഡേസ് വരുന്നുണ്ട് അല്ലെ. പിന്നീട് എന്താണ് പറയുന്നത്, 4 തേഴ്സ്ഡേസ് ആണ് വരുന്നുള്ളത്. 4 തേഴ്സ്ഡേസ് ആണ് വരുന്നത്. വാട്ട് ഡേ ഓഫ് ദ വീക്ക് വാസ് ദ 1st ഓഫ് ഒക്ടോബർ? അങ്ങനെയാണെങ്കിൽ 1st ഓഫ് ഒക്ടോബർ ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ക്വസ്റ്റ്യൻ 2024 ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. 2024 ഒക്ടോബറിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ വരുന്നുണ്ട്. ഇത് 2025 കലണ്ടറാണ് ഞാൻ പരിശോധിക്കുന്നത്. ഇവിടെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഒക്ടോബർ മാസം എടുക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ വെനസ്ഡേസ് എന്ത് വരുന്നുണ്ട്, 5 വെനസ്ഡേസ് വരുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ്, തേഴ്സ്ഡേസും എന്ത് വരുന്നുണ്ട്, 5 ഡേയ്സ് വരുന്നുണ്ട്. ഇവിടെ എന്താണ്, തേഴ്സ്ഡേ 4 തേഴ്സ്ഡേസ് ആണ് വരുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഡിസംബർ ആണ് എടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, മന്ത് നോക്കണ്ട, എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം. വെനസ്ഡേസ് എത്ര വരുന്നുണ്ട്, 1 2 3 4 5 വെനസ്ഡേസ് വരുന്നുണ്ട്. തേഴ്സ്ഡേസ് എത്രയാണ് വരുന്നുള്ളൂ, 4 തേഴ്സ്ഡേസ് മാത്രമേ വരുന്നുള്ളൂ അല്ലെ. ഇവിടെ 5 വരുന്നുണ്ട്, ഇവിടെ 4 തേഴ്സ്ഡേസ് വരുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ 1st ഓഫ് ഒക്ടോബർ ഫസ്റ്റ് ഓഫ് ദാറ്റ് മന്ത് എന്തായിരിക്കും വരിക എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും, മൺഡേ ആയിരിക്കും വരിക. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മളൊരു കലണ്ടർ ഇങ്ങനെ റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലെ. വെനസ്ഡേ വരുന്നത് എന്ത് ചെയ്യണം, 31st എടുക്കണം. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, വെനസ്ഡേ വരുന്നത് 31st ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, റിവേഴ്സ് ആയിട്ട് എഴുതി നോക്കുക. അങ്ങനെ എഴുതിയാണെങ്കിൽ മന്ത് ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കും, മൺഡേ ആയിരിക്കും. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ പ്രീവിയസ് ഇയർ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഒക്ടോബറിലായിരിക്കാം ഇതേപോലെ വരുന്നത്. ഇവിടെ 2025 എന്താണ്, ഡിസംബർ മാസമാണ് വരുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, 2 സൺഡേകൾ തമ്മിൽ കൂട്ടിയിട്ട് 11 കിട്ടുകയാണെങ്കിൽ ആ മാസം തുടങ്ങുന്ന ഫസ്റ്റ് വീക്ക് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പരിശോധിക്കാം. ജനുവരിയിൽ സൺഡേസ് 5 ആണ് വരുന്നത്, മറ്റൊന്ന് എത്രയാണ്, 12 ആണ് വരുന്നത്. അതായത് ഈ 5ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 7 ആണ്. 5നോട് 7 കൂട്ടിയാലാണ് 12 കിട്ടുന്നത്. ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ എത്രയാണ്, ആദ്യത്തെ സൺഡേ വരുന്നത് 2 ആണ്, സെക്കൻഡ് സൺഡേ വരുന്നത് 9 ആണ്. അപ്പോൾ എന്താണ്, 9ഉം 2ഉം കൂട്ടി നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 11 കിട്ടുന്നുണ്ട് അല്ലെ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ മാസം തുടങ്ങുന്ന വീക്ക് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1-ാം തീയതി ഏതാണ് വരുന്നത്, സാറ്റർഡേ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് എഴുതാം, സാറ്റർഡേ എന്ന് എഴുതാം. ഇവിടെ മാർച്ച് പരിശോധിക്കുകയാണെങ്കിലും മാർച്ചിലും അതുപോലെ തന്നെയാണ് വരുന്നത്. സൺഡേ 2-9 ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ സാറ്റർഡേ ആണ് എന്ത് ചെയ്യുന്നത്, ആ മന്തിലെ ആദ്യത്തെ ആഴ്ച വരുന്നത്. ഈ പാഠഭാഗത്തിലെ അവസാന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ മെനി ടൈംസ് ഈച്ച് ഓഫ് ദ വീക്ക് ഒക്കർ ഓഫ് ദിസ് ഇയർ? ഈ ഇയറിൽ ഓരോ വീക്കിലും ഓരോ ദിവസങ്ങൾ എത്ര ഒക്കർ ചെയ്തിട്ടുണ്ടെന്ന്, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 2025 കലണ്ടർ ആണ്. കലണ്ടർ എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത്, സൺഡേ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് നോക്കണം. അതായത് സൺഡേ ആദ്യത്തെ മാസം എത്രയാണ് വന്നിരിക്കുന്നത്, 4 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം എത്രയാണ്, 4 പ്രാവശ്യമാണ്. അപ്പൊ 4ഉം 4ഉം 8. പിന്നെ എത്രയാണ് 5, 8ഉം 5ഉം 13. അങ്ങനെ നമ്മൾ കൂട്ടി വരികയാണെങ്കിൽ ഞാൻ കൂട്ടി നോക്കിയിട്ട് കിട്ടിയിട്ട് 52 ആണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനൊരു റഫായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് കൂട്ടി നോക്കിയതാണ്. എല്ലാ കൂട്ടുകാരും കലണ്ടർ എടുത്ത് ഓരോ ദിവസവും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് കൂട്ടി നോക്കണം. അങ്ങനെ കൂട്ടി നോക്കിയതിന് ശേഷം പറയേണ്ടത് ഏതാണ് മോസ്റ്റ് ടൈംസ് വന്നത് ഏതാണെന്നാണ്. അപ്പൊ എനിക്കിവിടെ വന്നിരിക്കുന്നത് വെനസ്ഡേസ് ആണ്. വെനസ്ഡേ എനിക്ക് വന്നത് 53 ആണ്. ബാക്കിയൊക്കെ കൂട്ടിയപ്പോൾ കിട്ടിയത് എത്രയാണ്, 52 ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് വെനസ്ഡേ എന്നാണ് എഴുതേണ്ടത്. ബട്ട്
എന്താണ് കൂട്ടുകാരെല്ലാവരും ഇതെന്ത് ചെയ്യുക? കൗണ്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടാവും. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എനിക്ക് കമന്റ് ചെയ്യുക. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും ഇവിടെ തീരുകയാണ്. അടുത്ത ടെക്സ്റ്റ് ബുക്കിലേക്കാണ് ഇനി പോകേണ്ടത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ടെക്സ്റ്റ് ബുക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.